ഇഅ്തികാഫിന്റെ നിയ്യത്തോടുകൂടെയുള്ള നമ്മുടെ ഈ മജ്ലിസ് അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിന്റെ നൂറും തണലും ശഫാഅത്തും ലഭിക്കുന്നവരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. വിശുദ്ധ ഫുർഖാനുൽ അളീമിന്റെ ഖാദിമീങ്ങളിൽ അല്ലാഹു സാധുക്കളാകുന്ന നമുക്കും ഇടം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അല്ലാഹുവിന്റെ അസ്തിത്വം, അവന്റെ വുജൂദ്, അതിന്റെ സ്ഥിരീകരണത്തിന് ആവശ്യമായ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെയും പ്രപഞ്ചത്തിൽ മനുഷ്യർ കണ്ടുകൊണ്ടിരിക്കുന്ന ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വസ്തുക്കളെയും ചിന്തക്ക് വേണ്ടി പടച്ച റബ്ബ് അവരുടെ മുൻപിലേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് അവനെ ചിന്തിപ്പിക്കുകയാണ്. ഒരാളുടെയും സഹായമില്ലാതെ തന്നെ മനുഷ്യൻ അല്ലാഹു നൽകിയ ബുദ്ധി ഉപയോഗപ്പെടുത്തി കാര്യങ്ങളെ വിലയിരുത്തുകയാണെങ്കിൽ ഇത്രയും വലിയ വിശാലമായ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഇതിന്റെ നിയന്താവായ, ഇതിന്റെ സൃഷ്ടാവായ അല്ലാഹുവിനെ കണ്ടെത്താൻ കഴിയുക തന്നെ ചെയ്യുമെന്ന ഒരു വലിയ പാഠമാണ് ഇവിടെ നാം ഉൾക്കൊള്ളുന്നത്. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചു, ഖലഖൽ ഇൻസാന മിൻ നുത്ഫത്തിൻ ഫഇദാ ഹുവ ഖസീമുൻ മുബീൻ. മനുഷ്യൻ, അവനെ അല്ലാഹു സൃഷ്ടിച്ചത് അവൻ സ്വയംഭൂ ആയവനല്ല. ഈ ഭൂമി ലോകത്ത് മനുഷ്യൻ സ്വയംഭൂവായി വന്നതല്ല. പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ കൂട്ടലും കുറക്കലുകളുമായി അതിൽ നിന്ന് ഉയർക്കൊണ്ടതല്ല ഇവിടെയുള്ള ഒരു വസ്തുക്കളും. പിന്നെയോ ഖലഖൽ ഇൻസാൻ, അല്ലാഹുവാണ് മനുഷ്യനെ പടച്ചത്. നിഗൂഢതകളിൽ നിന്ന് പടച്ചതാണോ? അല്ല. മിൻ നുത്ഫ, മനുഷ്യരെ നിങ്ങൾക്കറിയാവുന്ന വളരെ നിസ്സാരമായ ബീജഗണത്തിൽ നിന്നാണ് നിങ്ങളുടെ സൃഷ്ടിപ്പ് നടന്നിട്ടുള്ളത്. ഫഇദാ ഹുവ ഖസീമുൻ മുബീൻ, ആ നിസ്സാരമായ ബീജഗണത്തെ വളരെ സങ്കീർണതകളിലൂടെ പടച്ച റബ്ബ് കടത്തിക്കൊണ്ടുവന്ന് വളരെ സങ്കീർണതകളിലൂടെ അല്ലാഹു അതിനെ പരിപോഷിപ്പിച്ച് ഘട്ടം ഘട്ടങ്ങളിലായി പരിണാമങ്ങൾ നൽകി നല്ല ഒരു മനുഷ്യനാക്കി നിന്നെ വാർത്തെടുത്തതിന്റെ ശേഷം ഫഇദാ ഹുവ ഖസീമുൻ മുബീൻ, അവൻ നമ്മളോട് നല്ല തർക്കക്കാരനായി മാറുകയാണ്, തർക്കിക്കുകയാണ്. അല്ലാഹുവിന്റെ അസ്തിത്വത്തെ പോലും അവൻ ചോദ്യം ചെയ്യുകയാണ്. അങ്ങനെ കേവല തർക്കക്കാരനായി മനുഷ്യർ വഴിമാറി പോവുകയാണ്, അധപ്പതിച്ചു പോവുകയാണല്ലോ. എന്നാൽ ഓ മനുഷ്യരെ, നിങ്ങൾ അല്ലാഹുവിനെ കണ്ടെത്തണം. അതിനുവേണ്ടി വീണ്ടും ഇതാ ഞാൻ നിങ്ങളോട് പറയുന്നു, അല്ലാഹുവിന്റെ ഓർമ്മപ്പെടുത്തലുകളാണ്. വൽ അൻആമ ഖലഖഹാ ലക്കും ഫീഹാ ദിഫ്ഉൻ വമനാഫിഉ വമിൻഹാ തഅകുലൂൻ. നിങ്ങളുടെ ജീവിതോപാധികളിൽ നിങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് ആട്, മാട്, ഒട്ടകങ്ങൾ, കന്നുകാലികൾ. ഈ കന്നുകാലികളെ പടച്ചതാരാണ്? അല്ലാഹുവാണ്. ഇന്ന് ഈ ആധുനിക സമൂഹത്തിന്റെ മുൻപിൽ ഒരുപക്ഷെ കന്നുകാലികളുടെ പ്രസക്തി അത്ര തന്നെ ബോധ്യപ്പെട്ടുകൊള്ളണം എന്നില്ല. എന്നാൽ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലും നമ്മുടെയൊക്കെ സമൂഹങ്ങളിൽ തന്നെ ഏകദേശം ഒരു 10-30 കൊല്ലങ്ങൾക്ക് മുൻപും ജീവിതോപാധികളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ജന്തുക്കളായിരുന്നു കന്നുകാലികൾ. ഈ കന്നുകാലികളെ പടച്ചതാരാണ്? നിങ്ങൾക്ക് വൽ അൻആമ ഖലഖഹാ ലക്കും, നിങ്ങൾക്ക് ഉപകാരപ്രദമായി ഈ കന്നുകാലികളെ പടച്ചു വെച്ചത്, സൃഷ്ടിച്ചു തന്നത് അല്ലാഹുവാണ്. ഫീഹാ ദിഫ്ഉൻ വമനാഫിഉ വമിൻഹാ തഅകുലൂൻ. എങ്കിൽ ആ കന്നുകാലികളിൽ നിങ്ങളുടെ തണുപ്പകറ്റാനുള്ള വസ്തുക്കളുണ്ട്. നിങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലാകുന്ന രൂപത്തിലുള്ള ശക്തമായ തണുപ്പിനെ പ്രതിരോധിക്കുവാനുള്ള വസ്ത്രങ്ങൾ, തണുപ്പിനെ പ്രതിരോധിക്കുവാനുള്ള വിഷയങ്ങൾ ഈ കന്നുകാലികളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതേ പ്രകാരം തന്നെ വമനാഫിഉ, ധാരാളം ഉപകാരങ്ങൾ അവയെ കൊണ്ട് നിങ്ങൾ എടുക്കുന്നുണ്ട്.
അവയുടെ പാല് നിങ്ങൾ കുടിക്കുന്നു. ഒരു വിഭാഗം ആ പാല് കൊണ്ട് അവരുടെ ഉപജീവന മാർഗം നടത്തുന്നു. അതേപ്രകാരം ഈ കന്നുകാലികളെ വ്യവസായാടിസ്ഥാനത്തിൽ വളർത്തിയിട്ട് ഒരു വലിയ സമൂഹത്തിന്റെ ജീവിതോപാധികൾ തന്നെ അതിലൂടെ നടന്നു പോകുന്നു. എത്രയോ ഉപകാരങ്ങൾ, ധാരാളം ഉപകാരങ്ങൾ നിങ്ങൾക്ക് ഈ കന്നുകാലികളിലൂടെ ലഭ്യമാണ്. അവയുടെ എല്ലാം നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. അവ ഉപേക്ഷിക്കുന്ന വസ്തുക്കൾ, അവയുടെ കാഷ്ടങ്ങളടക്കം നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. അവരുടെ രോമങ്ങള്, തൊലികള്, മാംസങ്ങൾ, എല്ലുകൾ ഏതാണ് കൂട്ടരെ നിങ്ങൾ ഒഴിവാക്കി വെക്കുന്നത്? എല്ലാം നിങ്ങളുടെ ഒന്നല്ലെങ്കിൽ മറ്റൊരു വിഷയത്തിന് നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. അതാണ് ധാരാളം ഉപകാരങ്ങൾ ഈ കന്നുകാലികളിലൂടെ നിങ്ങൾക്ക് അവൻ നൽകി. പോരാ, വമിൻഹാ തഅകുലൂൻ, ആ കന്നുകാലികളിൽ നിന്ന് തന്നെ നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുന്നു. ഇവയൊക്കെ സൃഷ്ടിച്ചു തന്നത് ആരാണ്? നിങ്ങളെക്കാളേറെ എത്രയോ വലിയ ശക്തിയുള്ള ഈ കന്നുകാലികൾ അവയെ നിങ്ങൾക്ക് വിധേയപ്പെടുത്തി തന്നു. നിങ്ങളുടെ ജീവിതോപാധികളുടെ മാർഗങ്ങളിലെ നല്ല വഴികളായി അവയെ നിങ്ങൾക്ക് പാകപ്പെടുത്തി തന്നതാരാണ്? അല്ലാഹുവാണ്. നിങ്ങൾ എങ്ങനെ ശ്രമിച്ചാലും അതിനു കഴിയണമെന്നില്ല. കഴിയില്ല. അല്ലാഹുവാണ് അവയെ സൃഷ്ടിച്ചു തരികയും നിങ്ങൾക്കവയെ പാകപ്പെടുത്തി തരികയും ചെയ്തതു എന്ന ഒരു ബോധം നിങ്ങൾക്കുണ്ടാവണം. മഹാന്മാരാകുന്ന മുഫസ്സിറുകൾ ഈ ആയത്തിന്റെ തഫ്സീറിൽ, വിശദീകരണത്തിൽ നമ്മെ പഠിപ്പിക്കുകയാണ്, അന്ന അശ്റഫൽ അജ്സാമിൽ മൗജൂദത്തി ഫിൽ ആലമി സുഫ്ലിയ, ഭൂലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ, ബഅദൽ ഇൻസാൻ, മനുഷ്യൻ കഴിഞ്ഞാൽ പിന്നീട് ഭൂവാസികളിലെ ശ്രേഷ്ഠരായ വസ്തുക്കളിൽ പെട്ടതാണ് സായിറുൽ ഹയവാനാസ്, ഇവിടെയുള്ള ജന്തുജീവികള്, ജൈവവസ്തുക്കള്. മനുഷ്യൻ കഴിഞ്ഞാൽ പിന്നീട് സ്ഥാനമുള്ളവയാണ് അവര്. എന്തുകൊണ്ടാണത്? ലിഖ്തിസാസിഹാ ബിൽ ഖുവ ശരീഫ. മനുഷ്യൻ എന്തുകൊണ്ടാണ് സ്ഥാനമുണ്ടായത്? അവന്റെ ബുദ്ധി കൊണ്ടാണ്. ബുദ്ധി എന്ന ഒന്ന് മനുഷ്യർക്കുള്ളത് കൊണ്ടാണ് മനുഷ്യന് മറ്റു ജന്തുക്കൾക്കിടയിൽ സ്ഥാനം വരാനുള്ള കാരണം. ഈ ബുദ്ധിയെ ഉപയോഗപ്പെടുത്തേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ആ മനുഷ്യൻ ഇരുകാലി ജന്തു എന്നാണ് അവനെ പറ്റി പറയുന്നത്. ഉലൈക കൽ അൻആമി ബൽ ഹും അവൽ. അവൻ ജന്തുജീവികളെക്കാളേറെ വളരെ കൂടുതൽ അധംപതിച്ചു പോയവനാണ്. ജന്തുക്കളെ പോലെയാണെന്നു മാത്രമല്ല, അവയെക്കാളേറെ അധംപതിച്ചു പോയവനാണ് എന്നാണ് ഖുർആനിന്റെ ഭാഷ്യം. അതുകൊണ്ട് തന്നെ മനുഷ്യർ കഴിഞ്ഞാൽ പിന്നീട് ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത്, ഭൂലോകങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് ഏതാണ്? ജന്തുക്കളാണ്. അതിന്റെ കാരണം ലഖ്തിസാസിഹാ ബിൽ ഖുവ ശരീഫ. ആ ജന്തുക്കൾക്ക് അവയുടേതായ ചില പ്രത്യേകതകളുണ്ട്. ഏതു ജീവികളെ എടുത്തു പരിശോധിച്ചാലും അവയ്ക്ക് അവയുടേതായ ചില പ്രത്യേകതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജന്തുക്കളിൽ തന്നെ രണ്ട് വിഭാഗമുണ്ട്. അതേതാണ്? മിൻഹാ മാ യന്തഫിഉൽ ഇൻസാനു ബിഹാ, മനുഷ്യൻ ഉപകാരമെടുക്കുന്ന ജന്തുക്കളുണ്ട്. വമിന്നാ മാ ലാ യകൂനു കദാലിക്, മനുഷ്യർക്ക് പ്രത്യക്ഷത്തിൽ ഉപകാരം കാണാത്ത വസ്തുക്കളും ഉണ്ട്. എല്ലാം മനുഷ്യന് വേണ്ടിയാണ്. എന്നാൽ നേരിട്ട് മനുഷ്യർ ഉപയോഗപ്പെടുത്തുന്ന ജീവികളുണ്ട്, നേരിട്ട് ഉപയോഗപ്പെടുത്താത്ത ജന്തുക്കളും ഉണ്ട്. എങ്കിൽ ഇവിടെയാണ് മനുഷ്യൻ ഉപയോഗപ്പെടുത്തുന്ന ജീവി, അതാണ് ജീവികളുടെ കൂട്ടത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായത്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു തആല വൽ അൻആമ ഖലഖഹാ ലക്കും, അൻആം എന്നുള്ള ജന്തുജാലങ്ങളിലെ അൻആം എന്ന വിഭാഗത്തെ ആദ്യം പറഞ്ഞു. അതെന്താണ്? ആട്, മാട്, ഒട്ടകം. ആട്, മാട്, ഒട്ടകം ഈ പറയപ്പെട്ട ജീവികളാണ് മനുഷ്യർക്ക് ജന്തുലോകങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായിട്ടുള്ളത്. അതുകൊണ്ട് ഖുർആൻ അതിനെ ആദ്യം ഓർമ്മപ്പെടുത്തുകയാണ്. വൽ അൻആമ ഖലഖഹാ ലക്കും, ഈ ആടുമാടുകളെ അല്ലാഹു നിങ്ങൾക്ക് പടച്ചു തന്നു. ഇവിടെ മഹാന്മാര് പറയുന്നു, വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി വലാ ത്വാഇരിൻ യതീറു ബിജനാഹൈഹി ഇല്ലാ ഉമമുൻ അംസാലുക്കും. സൂറത്തു അൻആമിന്റെ 38-ാമത്തെ ആയത്തിൽ കാണാം,
ഭൂലോകങ്ങളിലൂടെ നടക്കുന്ന ജീവികൾ, ആകാശസീമകളിലൂടെ വട്ടമിട്ട് പറക്കുന്ന പറവകൾ, എല്ലാം മനുഷ്യരെ ഇല്ല ഉമമുൻ അംസാലുക്കും, നിങ്ങളെപ്പോലെയുള്ള ഒരു വർഗങ്ങളാണ്, സമൂഹമാണ്, നിങ്ങളെപ്പോലത്തെ ഒരു സമൂഹമാണ് അവയെല്ലാം. എങ്ങനെയാണെന്ന് പറയാൻ നമുക്കാവതില്ല. എന്നാലും ചില സംഗതികളൊക്കെ സഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി തങ്ങൾ പറയുന്ന ഒരു സംഭവമുണ്ട്. എന്തേ അത്? കുരങ്ങന്മാരൊക്കെ കൂടിയിട്ട് വ്യഭിചരിച്ച രണ്ട് കുരങ്ങന്മാരെ എറിഞ്ഞു കൊന്ന ഒരു സംഭവം സഹീഹുൽ ബുഖാരിയിൽ ഉണ്ട്. എന്തു പറഞ്ഞാലും ബുഖാരിയിൽ ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമൂഹത്തിന് ബുഖാരിയിൽ ഇങ്ങനെ ഒരു സംഭവമുണ്ട്. രണ്ട് കുരങ്ങന്മാർ വ്യഭിചരിച്ചതിന്റെ പേരിൽ മറ്റു കുരങ്ങന്മാർ അവ എറിഞ്ഞു കൊന്നുവത്രേ. ഖുർആൻ പറയുന്നു, ഓ ജനങ്ങളെ, വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി വലാ ത്വാഇരിൻ യതീറു ബിജനാഹിഹി ഇല്ലാ ഉമമുൻ അംസാലുക്കും. ഈ ജൈവലോകങ്ങളൊക്കെ നിങ്ങളെപ്പോലെയുള്ള ഒരു സമൂഹമാണ്. ഇനി നമുക്ക് ഓരോന്നിലേക്ക് വരാം. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാന്മാർ പറയുന്നു, മാ ഫിൽ അർളി ആദമിയുൻ ഇല്ലാ വഫീഹി ശബഹും മിൻ ബഅദിൽ ബഹായിം. ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും ഈ ഭൂമിയിൽ തന്നെയുള്ള ഏതെങ്കിലുമൊക്കെ മൃഗങ്ങളുടെ സ്വഭാവം അവനിൽ ഉണ്ടാകും. മൃഗങ്ങളുടെ സ്വഭാവം ഉണ്ടാവും, മൃഗീയത ഉണ്ടാകുന്നല്ല. മൃഗീയതയെക്കാളേറെ മനുഷ്യൻ തരം താഴും, അത് വേറെ വിഷയം. ഏതെങ്കിലും ജീവികളുടെ സ്വഭാവം ഇല്ലാത്ത മനുഷ്യർ ഉണ്ടാവുകയില്ല. ഫമിൻഹും മൻ യുഖ്ദിമു ഇഖ്ദാമൽ അസദ്. ചില ആളുകൾ സിംഹത്തെ പോലെ എടുത്തു ചാടുന്ന ആളുകൾ നിങ്ങൾക്ക് കാണാമല്ലോ. നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി സിംഹം എടുത്തു ചാടുന്നത് പോലെയാണ് അവരുടെ എടുത്തുചാട്ടം. വമിൻഹും മൻ യഅദു അദ്വസ്സിബി. എന്നാൽ അത്ര തന്നെ ചാട്ടമില്ല, ചെന്നായെ പോലെയുള്ള ചാട്ടമുള്ള ആളുകളെ അത് അത്ര സ്ട്രോങ് ഉണ്ടാവില്ല. സിംഹം ചാടിയ കൗത്തിനാ പിടിക്കുക. ചെന്നായിനെ സംബന്ധിച്ചിടത്തോളം കൗത്തനായിക്കൊള്ളുന്നില്ല, എവിടെയെങ്കിലും ഒന്ന് പിടുത്തം കിട്ടിയാൽ മതി. ഈ രൂപത്തിലൊക്കെയുള്ള ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും. എന്നാൽ വമിൻഹും മൻ യംബഹു നുബാഹൽ കിൽബി. നായ അലറുന്നത് പോലെ വെറുതെ ഒച്ച വെക്കുന്ന ആളുകൾ, ബഹളം വെക്കുന്ന ആളുകൾ മനുഷ്യർക്കിടയിൽ കാണാം. വമിൻഹും മൻ യതഫവ്വസു കഫഇലി താവൂസ്. മയിലിനെ പോലെ ചന്തമായി നടക്കുന്ന ആളുകൾ, അവരെ നിങ്ങൾക്ക് മനുഷ്യർക്കിടയിൽ കാണാം. പന്നിയുടെ സ്വഭാവമുള്ള ആളുകളെ കാണാം. എന്താണ് പന്നിയുടെ സ്വഭാവം? ഫഇന്നഹു ലൗ ഉൽഖിയ ഇലൈഹി തആമു തയ്യിബു. നല്ല ഭക്ഷണം പന്നിക്ക് ഇട്ടുകൊടുത്താൽ തറക്കഹു, പന്നി അതിനെ ഒഴിവാക്കും. ഇതാണ് പന്നിയുടെ സ്വഭാവം. അതേ സമയത്ത് എവിടെയെങ്കിലും വല്ല നജീസുകളോ വളരെ മോശപ്പെട്ട വസ്തുക്കളോ ഉണ്ടെങ്കിൽ ആ പന്നി അവ ഭക്ഷിക്കുകയും ചെയ്യും. ഫകദാലിക നജിദു മിനൽ ആദമിയീൻ. ഇതേ രൂപത്തിൽ മനുഷ്യർക്കിടയിൽ ചില ആളുകളെ കാണാം. എന്തേ? മൻ ലൗ സമിഅ 50 ഹിക്മതൻ ലം യഹ്ഫൾ വാഹിദതൻ മിൻഹാ. ചില ആളുകൾ അവരുടെ മുൻപിൽ 50ഓളം ഹിക്മത്തുകൾ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു, അവരുടെ മുൻപിൽ പറഞ്ഞു കൊടുത്തു. എങ്കിൽ അതിൽ നിന്ന് ഒന്നുപോലും അവന് ഓർമ്മയുണ്ടാവുകയില്ല. അതേ സമയത്ത് 50 നല്ല കാര്യം പറഞ്ഞു, അതിൽ ഒരു കാര്യത്തിന് പിഴവ് പറ്റിപ്പോയാൽ ആ പിഴവ് പറ്റിയത് അവന് കാണാതെ പഠിക്കും. മറ്റുള്ളതൊന്നും 50 കാര്യം നല്ലത് പറഞ്ഞെങ്കിൽ അത് അവൻ ഓർമ്മ ഉണ്ടാവില്ല. ഒരു കാര്യം പിഴച്ചെങ്കിൽ ആ പിഴച്ചത് അവന് ഓർമ്മയുണ്ടാകുമെന്ന് മാത്രമല്ല, വല മജ്ലിസൻ ഇല്ലാ റവാഹു അൻഹു. പിന്നെ അവൻ എവിടെ പോയിരിക്കുകയാണെങ്കിലും അവിടങ്ങളിലെല്ലാം ഈ പിഴച്ചത് അവൻ അവിടെയുള്ള ആളുകളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെയൊക്കെ ഒരുപാട് സ്വഭാവങ്ങൾ മനുഷ്യർക്ക് ഉണ്ട്, ജന്തുക്കളുടെ സ്വഭാവങ്ങളുണ്ട്. എന്നാൽ പലപ്പോഴും ജന്തുക്കളെക്കാളേറെ മനുഷ്യർ തരം താഴുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ജന്തുലോകങ്ങൾക്കറിയാം അവരെ എന്തിനാണ് അള്ളാഹു പടച്ചിട്ടുള്ളത് എന്ന്. ഖുർആൻ ഇത് വെറുതെ പറഞ്ഞതല്ല. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി വലാ താഇരിൻ യതീറു ബിജനാഹിഹി ഇല്ലാ ഉമമുൻ അംസാലുക്കും.
എല്ലാം നിങ്ങളെപ്പോലെയുള്ള സമൂഹങ്ങളാണ് എന്ന് പറഞ്ഞെങ്കിൽ എല്ലാ ജീവികൾക്കും അവയെ എന്തിനു പടച്ചു എന്ന ധാരണയുണ്ട്. ഒരു സംഭവം നിങ്ങൾ നോക്കൂ. മഹാനരായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസ്, ബൈന റജുലുൻ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈന റജുലുൻ യസൂഖു ബഖറതൻ ഖദ് ഹമല അലൈഹാ. നബി തങ്ങൾ പറയാൻ, ഒരു മനുഷ്യൻ അദ്ദേഹം ഒരു പശുവിനെ, ബഖറത്ത് ഒരു പശുവിനെ ഇങ്ങനെ തെളിച്ചു കൊണ്ടുവരുന്നുണ്ട്. ഖദ് ഹമല അലൈഹാ, ആ പശുവിന്റെ മുകളിൽ ധാരാളം ചുമടുകളുണ്ട്, ധാരാളം ചുമടുകൾ അതിന്റെ മുകളിൽ ഉണ്ട്. അപ്പോൾ ആളുകൾക്കിടയിലെത്തിയപ്പോൾ ഇൽതഫത്തത് ഇലൈഹിൽ ബഖറതു, ആ പശു ഈ യജമാനന്റെ നേരെ ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നു. ഫഖാലത്, എന്നിട്ടത് പറഞ്ഞു, ഇന്നി ലം ഉഖ്ലഖ് ലിഹാദാ, ഇത്ര ഭാരമുള്ള വസ്തുക്കൾ ചുമന്നു നടക്കാനും എന്റെ ചുമലിൽ ഏറ്റിവെക്കാനുമല്ല എന്നെ അല്ലാഹു പടച്ചിട്ടുള്ളത്. പിന്നെ എന്തിനാണ് എന്നെ റബ്ബ് പടച്ചത്? വലാകിന്നനാ ഖുലിഖ്നാ ലിൽ ഹർസി, നിങ്ങളുടെ കൃഷിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് അല്ലാഹു എന്നെ പടച്ചിട്ടുള്ളത്. നിലം ഉഴുതാൻ വേണ്ടി ബഖറത്ത് ഇനത്തിൽപ്പെട്ടവയെയാണ് നാം ഉപയോഗിക്കാറുള്ളത്. അതിനാ എന്നെ പടച്ചത്. അവയുടെ വളങ്ങൾ നാം കൃഷിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അല്ലാതെ ഇത്രയും ഭാരമുള്ള വസ്തുക്കൾ എന്റെ ചുമലിൽ ഏറ്റിവെച്ച് ഇതിനു വേണ്ടിയല്ല അല്ലാഹു എന്നെ പടച്ചത് എന്ന് അതിന്റെ യജമാനനോട് അത് പറയുകയാണ്. ഫഖാലന്നാസ്, ഇത് പറഞ്ഞപ്പോൾ ജനങ്ങൾ പറയാണ്, സുബ്ഹാനല്ലാഹ് തഅജ്ജുബൻ ബഖറത്തുൻ തതകല്ലമു, ഒരു പശു സംസാരിക്കുകയോ? പശുവിനെങ്ങനെ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെയൊക്കെ സംസാരിക്കാൻ ആവതുണ്ടോ? അതിന് കഴിയുമോ എന്ന് പറഞ്ഞപ്പോൾ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, ഫഇന്നീ ഉഅ്മിനു ബിഹി വഅബൂബക്കറിൻ വഉമറു, ഞാനും അബൂബക്കറും ഉമറും അത് സത്യമാക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സംസാരിക്കും, അതിൽ എവിടെയും ഒരു അനൗചിത്യവും ഞങ്ങൾ കാണുന്നില്ല, ഇത് സംസാരിക്കുക തന്നെ ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശരിവെക്കുകയാണ്. വേറെ ഒരു രസാവഹമായ സംഭവം നിങ്ങൾ ആലോചിക്കുക. എന്താണ്? പരിശുദ്ധമായ ഹിജാസിന്റെ മലമടക്കുകളിലൂടെ തന്റെ ആടുകളെയും മേച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ഇങ്ങനെ നടക്കുകയാണ്. ആ ആട്ടിൻ കൂട്ടങ്ങളിൽപ്പെട്ട ഒരു ആടിനെ ലക്ഷ്യമാക്കി അതാ ഒരു ചെന്നായ ഓടി വരികയാണ്. ഇത് അദദ്ദിഅബു അലാ ശാത്തിൻ മിനശിയാഹ്, ആടുകളിൽ നിന്ന് ഒരാടിനെ ആ ചെന്നായ കടിച്ചു കൊണ്ടുപോവുകയാണ്. ഫഹലറായി ബൈന ദീബി വ ബൈന ശാത്ത്, ആട്ടിടയനോടി ചെന്നിട്ട് ചെന്നായിൽ നിന്ന് തന്റെ ആട്ടിൻ കുട്ടിയെ രക്ഷപ്പെടുത്തുകയാണ്. ആ സമയത്ത് ചെന്നായ അത് അതിന്റെ വാല് തറയിൽ കുത്തിയിട്ട് ഇങ്ങോട്ടിരിക്കുകയാണ്. ഇരുന്നിട്ട് ചോദിക്കുകയാണ്, യാ അബ്ദുല്ലാഹ് തഹൂലു ബൈനി വ ബൈന റിസ്ഖി സഖഹുല്ലാഹു ഇലയ്യ, അല്ലാഹു എനിക്ക് നൽകിയിട്ടുള്ള എന്റെ റിസ്ഖിന്റെ ഇടയിൽ മറയായി നിൽക്കാൻ നിനക്ക് എന്ത് അധികാരമാണ് ഉള്ളത്? എന്തിനാണ് നീ അതെന്റെ വായിൽ നിന്ന് പിടിച്ചു വാങ്ങിയത്? അതെനിക്കെന്റെ റബ്ബ് തന്നതല്ലേ എന്ന് സംസാരിക്കുകയാണ്. ആ സമയത്ത് ഫഖാല റജുലു, ആ ആട്ടിടയൻ പറയാണ്, യാ ജബാ ദീബുൻ യുകല്ലിമുനി ബികലാമിൽ ഇൻസാൻ, ഒരു ചെന്നായ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ എന്നോട് വാചാലമാകുന്നല്ലോ. ഇദ്ദേഹം അതങ്ങ് പറഞ്ഞു പോവുകയാണ്. ഈ സംസാരം കേട്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞു പോയതാണ്, അജബൻ ദീബുൻ യുകല്ലിമുനി ബികലാമിൽ ഇൻസാൻ, മനുഷ്യൻ വാചാലമാകുന്നത് പോലെ ഒരു ചെന്നായ എന്നോട് സംസാരിക്കുന്നല്ലോ. ഫഖാല ദീബു, ചെന്നായ ഉടനെ തന്നെ മറുപടി കൊടുത്തു, അലാ ഉഖ്ബിറുക ബിഅജബ മിന്നി, ഇതിനേക്കാളേറെ വലിയ ഒരു അത്ഭുതം ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ? എന്താണത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബൈനൽ ഹർറതൈനി യുഖ്ബിറു الناس ബിഅംബാഇ മാ ഖദ് സബഖാ,
അതാ ആ കാണുന്ന പർവ്വതങ്ങളുടെ അപ്പുറത്ത് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറഞ്ഞ കാര്യങ്ങൾ പറയുന്നുണ്ട്. അഥവാ ബിയംബാഇമാ ഖദ് സബഖ, കഴിഞ്ഞുപോയ തലമുറകളിൽ സംഭവിച്ചിട്ടുള്ള ഇതിഹാസങ്ങൾ, കഴിഞ്ഞുപോയ നൂറ്റാണ്ടുകൾക്ക് മുൻപ്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് കഴിഞ്ഞുപോയിട്ടുള്ള സംഭവ വികാസങ്ങൾ, അതെ, അത് വളരെ കൃത്യതയോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതാണ് എന്റെ സംസാരത്തെക്കാളേറെ വലിയ അത്ഭുതം കേട്ടോ. ഇവിടെ നാം ആലോചിക്കേണ്ട ഒരു പാഠമുണ്ട്. എന്താണത്? മഹാനരായ സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മറഞ്ഞ കാര്യം അറിയുകയില്ല എന്ന് പറയുന്ന ആളുകൾ ഇന്നും നമ്മുടെയൊക്കെ നാടുകളിൽ സുലഭമാണ്. ഗൈബ് അറിയില്ല, മറഞ്ഞ കാര്യം റസൂലുള്ളാഹിക്ക് അറിയില്ല. അറിയില്ലാന്ന് നമ്മൾ പറയില്ല, അല്ലാഹു തആല അറിയിച്ചു കൊടുത്താൽ അറിയും. അല്ലാഹു തആല അറിയിച്ചു കൊടുത്താൽ എനിക്കും ഇങ്ങൾക്കും പറഞ്ഞൂടെ പറഞ്ഞ കാര്യം? അല്ലാഹു തആല അറിയിച്ചു കൊടുത്താൽ റസൂലുള്ളാഹി പറഞ്ഞു. അല്ലാഹു തആല അറിയിച്ചു കൊടുത്താൽ എനിക്കും നിങ്ങൾക്കും പറഞ്ഞുകൂടെ മറഞ്ഞ കാര്യം? അപ്പൊ പിന്നെ അല്ലാഹു തആല അറിയിച്ചു കൊടുക്കാതെ റസൂലുള്ളാഹിക്ക് അറിയാം. അവിടെ അല്ല വിഷയമുള്ളത്. എല്ലാം അല്ലാഹു തആല അറിയിച്ചു കൊടുക്കുന്നത് തന്നെയാണ് വിഷയം ഇവിടെ ഉള്ളത്. ഹബീബായ മുത്തു നബി ഒരു വിഷയം അറിയണമെന്ന് കരുതിയാൽ അറിയും. അവിടെ വിഷയം നമ്മൾ ഒരു വിഷയം അറിയണമെന്ന് കരുതിയാൽ ഇന്നലത്തെ കാര്യം നമുക്ക് പറയാൻ കഴിയും. എന്നിട്ടല്ലേ 1000 കൊല്ലം മുമ്പത്തെ കഥ പറയണേ? ഇവിടെയാണ് വ്യതിയാനക്കാരാകുന്ന തബ്ലീഗ്, മുജാഹിദ്, ജമാഅത്ത് പോലുള്ള വിഭാഗങ്ങൾ ജനങ്ങളെ പറ്റിക്കണത്. എന്താ അപ്പൊ അതിൽ ഇത്ര വലിയ അത്ഭുതം? ഗൈബറിയും ഖുർആൻ പറഞ്ഞതല്ല അള്ളാഹ്ക്ക് മാത്രമേ ഗൈബറിയുള്ളൂ എന്നുള്ളത്. അല്ലാഹു തആല അറിയിച്ചു കൊടുക്കുന്നു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് അറിയുന്നു. ഉടനെ തിരിച്ചു ചോദിക്കണം, അള്ളാഹ് അറിയിച്ചു എന്നാൽ എനിക്കും ഇങ്ങൾക്കും പറഞ്ഞൂടെ മറഞ്ഞ കാര്യം? അപ്പോൾ അവിടെ അല്ല മർമ്മമുള്ളത്. മർമ്മം എവിടെയാണ്? മുസ്തഫായ മുത്തുനബി അറിയണമെന്ന് കരുതിയ അപ്പറി. ഞാനും നിങ്ങളും അങ്ങനെയല്ല, അറിയണമെന്ന് കരുതിയിട്ടും കാര്യമില്ല, എത്ര ചോർമല് മാന്തിയിട്ടും കാര്യമില്ല, അല്ലാഹ് അറിയില്ല. അതാ വിഷയം. അപ്പോൾ ഒരു ചെന്നായക്ക് വിവരണ്ട്. എന്ത് വിവരണ്ട്? എന്നതാണ് ആ ചെന്നായ ആട്ടിടയനോട് പറഞ്ഞത്. അഥവാ അദൃശ്യമായ കാര്യങ്ങൾ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ജനങ്ങൾക്കിടയിൽ നടന്നുപോയ സംഭവങ്ങളെ, അതിന്റെ എല്ലാ വിഷയങ്ങളും വളരെ ക്ലാരിറ്റിയോടുകൂടെ ഉസ്താദായ മുത്തുനബി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് അത്ഭുതമാണ്. അതാണ് അത്ഭുതം. ഇതിഹാസങ്ങളല്ല, എന്തെങ്കിലും വ്യാജ വാർത്തകളല്ല, കേൾവികളല്ല, ആ രൂപത്തിലുള്ള വർത്തമാനങ്ങളല്ല. അപ്പോൾ എന്താ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്? ഈ ഹബീബായ മുത്തുനബിക്ക് മറഞ്ഞ കാര്യം അറിയില്ല എന്ന് പറയുന്ന ഇവിടെയുള്ള വ്യതിയാന ചിന്താഗതിക്കാർ ഈ വിഷയത്തിൽ എല്ലാ കമ്പനിയും സമമാണ്. എല്ലാ കമ്പനിയും ഇതിൽ സമമാണ്. സുന്നത്ത് ജമാഅത്തിന്റെ വക്താക്കളല്ലാത്ത എല്ലാ വ്യതിയാന ചിന്താഗതിക്കാരും ഇതിൽ സമമാണ്. അങ്ങനെ ഹബീബായ മുത്തുനബിക്ക് മറഞ്ഞ കാര്യം, അദൃശ്യമായ കാര്യങ്ങൾ അറിയില്ല എന്ന ജൽപ്പനങ്ങളുള്ള ആളുകൾ, അത് വാദിച്ചു നടക്കുന്ന ആളുകൾ ഈ ചെന്നായേക്കാളേറെ അധംപതിച്ചു പോയവരാണെന്ന് ഇതിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നില്ലേ മുഅ്മിനീങ്ങളെ? ചെന്നായക്ക് അറിയുന്നില്ല വിഷയം. ഇതിപ്പോ എവിടുന്ന്, ഏത് ദർസിലിരുന്നിട്ടായി ചെന്നായ ഇത് പഠിച്ചത്? ഏത് ദർസിലിരുന്നിട്ടാണ് ഇത് പഠിച്ചത്? ഏത് ഉസ്താദിൽ നിന്നാണ് ഈ ചെന്നായ ഈ പാഠം പഠിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരം നൽകി. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അത് പറഞ്ഞു. അപ്പോൾ അതൊന്നും അറിയില്ല എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾക്ക് ഈ ചെന്നായയുടെ സ്ഥാനം പോലും പരിശുദ്ധമായ ദീനിൽ ഇല്ല എന്നുള്ളത് ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാകും. അതുകൊണ്ടാണ്
പറഞ്ഞത് അസ്ഹാബുൽ ബിദ്അഇ കിലാബുൻ നാരി എന്നത്. അസ്ഹാബുൽ ബിദ്അഇ കിലാബുൻ നാരി, ബിദ്അത്തുകാർ, മുബ്തദിഈങ്ങൾ, ഇസ്ലാമിക സമൂഹത്തിൽ വിള്ളലുണ്ടാക്കി പുതിയ പുതിയ വാദങ്ങളും വിഷയങ്ങളും കടത്തിക്കൊണ്ടുവരുന്ന ആളുകൾ, അതിനെ മുറിച്ചെടുക്കുന്ന ആളുകൾ, കിലാബുന്നാർ, നരകത്തിലെ പട്ടികളാണ് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അത് ഏറിയോ? ഞാൻ പറഞ്ഞതല്ലല്ലോ. ഇത് ഞാൻ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ അത് കുറച്ച് ഏറിച്ചോ, അങ്ങനെയൊന്നും പറയാൻ പറ്റൂല. താരെ തിരുത്തണ റസൂലുള്ളാഹിയെ, മുത്തുനബിയെ തിരിച്ചാണോ നമ്മള്? ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം വർദ്ധിച്ചു വരുന്നുണ്ട്. ഭീതിജനകമായ അന്തരീക്ഷത്തിലേക്ക് ആ വിഷയം ഈ സമൂഹത്തെ കൊണ്ടെത്തിക്കും. എന്താണത്? ഇപ്പോൾ ഒരു പുതിയ ചിന്താധാര. ഏതാ? ഞാൻ സുന്നിയല്ല, മുജാഹിദും അല്ല, ഞാൻ മുസ്ലിമാണ്. ഞാൻ മുസ്ലിമാണ്. ഇതിനെന്താ കുഴപ്പം? അങ്ങനെ തന്നെയല്ലേ? ഞാൻ മുസ്ലിമാണ്. പക്ഷെ ഞാൻ മുസ്ലിമാണ് എന്ന ഈ വാദത്തിന്റെ പിന്നിൽ സംഭവിക്കുന്നത് എന്താണോ? എന്നിട്ട് ഇവൻ എവിടെന്നാ ഇസ്ലാം നീ കിട്ടണത്? ഇതൊരു പുതിയ സംഗതി, പുതിയ ഈ വിഷയം ഇന്ന് കേരളത്തിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. ഇത് മിഡിൽ ഈസ്റ്റിൽ ഇങ്ങനെ ഒരു ചിന്ത വളരെ നേരത്തെ വളർന്നു വന്നതുകൊണ്ട് തന്നെ അറേബ്യൻ രാജ്യങ്ങളിലെ മുസ്ലിം സമൂഹം ശിഥിലീകരിച്ചു പോയി. കേരളത്തിൽ ഇക്കാലം എത്രയും നമ്മുടെ ഉലമായിന്റെ ശക്തമായ പ്രതിരോധം കൊണ്ട് സുന്നത്ത് ജമാഅത്ത്, അതാണ് ഇസ്ലാം എന്ന് പറയുന്നത്, ഒറിജിനൽ മുസ്ലിം എന്ന് പറയുന്നത് അതാണ്. ആ ഒറിജിനൽ ഇസ്ലാമിൽ ഈ സമൂഹത്തെ പിടിച്ചു നിർത്താൻ ഇക്കാലം എത്രയും നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഉലമാ സാഹസപ്പെട്ടു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതുവരെ നിലവിലുള്ള നമ്മുടെ ഈ സമൂഹത്തിന്, തലമുറക്ക് സുന്നി എന്ന് പറയുമ്പോൾ അതിൽ ഒരു ആത്മാഭിമാനം ഉണ്ടാകുന്നത്. എന്നാൽ വേണ്ട രൂപത്തിൽ പാഠം കിട്ടാത്ത ആളുകൾ, ദീനിനെ കുറിച്ച് മനസ്സിലാക്കാത്ത ആളുകൾ, പുതിയ ജനറേഷൻ ഞാൻ മുസ്ലിമാണ്, സുന്നിയല്ല, മുജാഹിദല്ല, ഇങ്ങനെയൊക്കെ പറയാൻ ഒരുമ്പെടുന്നത് ഇത് അപകടകരമാണ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഉൾക്കൊള്ളും എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ തന്നതായ ശൈലിയിൽ നിന്നും വഴിമാറേണ്ടി വരും. നമ്മുടെ കെട്ടുറപ്പ് നശിക്കും. ഇസ്ലാമിക സൊസൈറ്റിയുടെ ഭദ്രത നശിക്കും. അല്ലെങ്കിലും ഇപ്പോഴുള്ള അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അത് വേറെ വിഷയം. പോവട്ടെ, അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തി തരട്ടെ. നാഫിയായ ഇൽമിനെ അള്ളാഹു നമുക്ക് ഏറ്റിത്തരട്ടെ. ആകയാൽ يخبر الناس بأنباء ما قد سبق فزوى الراعي شياحه إلى زاوية من زوايا المدينة. ഈ സംഭവം നടന്നപ്പോ ഈ ആട്ടിടയൻ വല്ലാത്ത ഒരു അത്ഭുതം തന്നെയാണല്ലോ ഇത്. അദ്ദേഹം മദീനയിൽ ആൾക്കൂട്ടങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് വന്നു. ഫഅഖ്ബറഹു, വിഷയങ്ങളിൽ ഉണ്ടായ സംഭവങ്ങളൊക്കെ പറഞ്ഞു. ആ സമയത്ത് നബി തങ്ങളെ വിഷയങ്ങളൊക്കെ കേട്ടു. വിഷയങ്ങൾ കേട്ടപ്പോ ഈ വിവരണം കേട്ടു നിൽക്കുന്ന ജനങ്ങൾ ഈ ആട്ടിടയനെ കളവാക്കും, ഇതെന്തൊരു പൊട്ടത്തരമായി പറയുന്നതും, ഇദ്ദേഹം എന്തോ പൊട്ടത്തരം പറയാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ ഇത് ഉണ്ടായ സംഭവമാണ്. ഫഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇലന്നാസ്, ജനങ്ങളിലേക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് പറഞ്ഞു, സദഖ വല്ലദീ നഫ്സീ ബിയദിഹി, ഈ ആട്ടിടയൻ പറഞ്ഞ കാര്യം ശരിയാണ് കേട്ടോ. ചെന്നായ സംസാരിച്ചതും ഇന്ന വിഷയം പറഞ്ഞതും എല്ലാം ശരിയാണ്. ഏത് ജന്തുക്കളും ഇങ്ങനെ തന്നെയാണ്. അതെ, നോക്കൂ നിങ്ങൾ, കഴുതയാവട്ടെ മറ്റു ഏത് ജന്തുക്കളും ആവട്ടെ, അവക്കൊക്കെ ഒരു സ്വഭാവമുണ്ട്. അവയൊക്കെ വൈകുന്നേര സമയമാകുമ്പോൾ അവയുടെ കൂട്ടിലേക്ക് അവർ തിരിച്ചു വരുന്നുണ്ട്. അതൊരാളും അവക്ക് പറഞ്ഞു കൊടുക്കണ്ട. അതേ സമയത്തോ വബൈത്തുന്നാസി ഹഖീ, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ യഥാർത്ഥമായ വീട് സ്വർഗമാണ്.
ആ സ്വർഗത്തിലേക്ക് എത്താൻ എത്ര ആളുകൾക്ക് കഴിയുന്നുണ്ട്? അല്ലാഹു നമ്മയൊക്കെ സ്വർഗക്കാരിൽ ഉൾപ്പെടുത്തി തരട്ടെ. കഴുതയെ സംബന്ധിച്ച് പറയുമ്പോൾ എത്ര സംഭവങ്ങൾ പറയാനുണ്ട്. ബൽഅം ഇബ്നു ബഊറാന്റെ കഴുതയുടെ സംഭവം മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്തേ അത്? കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിനെതിരെ ദുആ ചെയ്യാൻ വേണ്ടി ബൽഅം ഇബ്നു ബഊറാവും സംഘവും പോവുകയാണ്. ആ കഴുതയുടെ മുകളിൽ കയറിയിട്ട് നിശ്ചിതമായ സ്ഥലത്തേക്ക് പോകുന്ന വഴിയിൽ ആ കഴുതയതാ തറയിൽ കിടന്നുപോയല്ലോ. സാട്ടവാറ് കൊണ്ട് ആഞ്ഞടിക്കുകയാണ്. അത് എണീക്കുന്നില്ല. നല്ലവണ്ണം അടി കിട്ടിയപ്പോ അതാ ആ കഴുത സംസാരിക്കുന്നു. വൈഹക് 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 യാ ബൽഅം ഇബ്നു ബഊറാ വൈഹക്. നാശം ബൽഅം ഇബ്നു ബഊറായെ നാശം. ഒരു പ്രവാചകനെതിരെ പ്രാർത്ഥന നടത്താനാണോ നീ പോകുന്നത്? നിനക്ക് നാശം എന്ന് പറഞ്ഞുകൊണ്ട് ആ കഴുതയദാ ബൽഅം ഇബ്നു ബഊറാന്റെ മുഖത്ത് നോക്കി സംസാരിക്കുകയാണ്. ഇങ്ങനെയുള്ള സംസാരങ്ങൾ നടത്തിയ ധാരാളം കഴുതകളുണ്ട്. മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖൈബർ യുദ്ധത്തിലാണ്. യുദ്ധം കഴിഞ്ഞതിന്റെ ശേഷം ധാരാളം വസ്തുക്കൾ നബി തങ്ങൾക്ക് കിട്ടുകയാണ്. പല കുതിരകളുണ്ട്, ഒട്ടകങ്ങളുണ്ട്, പലതുമുണ്ട്. ആ കൂട്ടത്തിൽ കറുത്ത ഇനത്തിലുള്ള ഒരു കഴുതയെ നബി തങ്ങൾക്ക് ലഭിക്കുകയാണ്. فكلم النبي صلى الله عليه وسلم الحمار. ആ കഴുതയോട് നബി തങ്ങൾ സംസാരിക്കുകയാണ്. ഫകല്ലമഹുൽ ഹിമാർ. നബി തങ്ങളോട് അതേ നാണയത്തിൽ ആ കഴുത ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. ആ സമയത്ത് ഫഖാല ലഹു, നബി തങ്ങൾ ചോദിച്ചു, മസ്മുക, എന്താണ് നിന്റെ പേര്? നിന്റെ പേരെന്താണ്? ഇവിടെ നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ പറഞ്ഞു, യസീദ് ഇബ്നു ശിഹാബ്. എന്റെ പേര് യസീദ് ഇബ്നു ശിഹാബ് എന്നാണ്. അതാണ് ഖുർആൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയല്ലോ. ഇല്ല ഉമമുൻ അംസാലുക്കും, നിങ്ങളെപ്പോലെയുള്ള ഒരു സമൂഹമാണവയും. അവയ്ക്ക് പേരുണ്ട്. എന്നാൽ ആ പേര് രജിസ്റ്റർ ചെയ്തത് എവിടെയാണ് എന്നൊന്നും നമ്മൾ ചോദിക്കണ്ട. അത് നമ്മൾ നോക്കുകയും വേണ്ട. എന്റെ പേരെന്താണെന്ന് നബി തങ്ങൾ ചോദിച്ചെങ്കിൽ അങ്ങനെ ഒരു പേര് വെക്കുന്ന സിസ്റ്റം അവരുടെ ലോകത്തുണ്ട് എന്നല്ല മനസ്സിലാകുന്നത്. പറഞ്ഞു, എന്റെ പേര് യസീദ് ഇബ്നു ശിഹാബ് എന്നാണ്. അങ്ങനെ അതാ ആ കൈദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞല്ലോ, അഖ്റജല്ലാഹു മിൻ നസ്ലി ജദ്ദി 60 ഹിമാറാ. ഓ നബിയെ, എന്റെ വലിയുപ്പയിൽ നിന്ന് 60ഓളം കഴുതകൾ പുറത്തു വന്നിട്ടുണ്ട്. എന്റെ വലിയുപ്പയിൽ നിന്ന് 60ഓളം കഴുതകൾ പുറത്തു വന്നിട്ടുണ്ട്. ആ 60 കഴുതകളിൽ കുല്ലുഹും ലം യർകബുഹും ഇല്ലാ നബിയ്യ. അവയിൽ മുഴുവനും യാത്ര ചെയ്തത് നബിമാരാണ്. ആ 60 കഴുതകളുടെ മുകളിലും യാത്ര ചെയ്തിട്ടുള്ളത്, അവയെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് നബിമാരാണ്. ലം യബ്ഖ മിൻ നസ്ലി ജദ്ദി ഗൈരി. ഇനി ആ താവഴിയിൽ ഞാൻ മാത്രമാണുള്ളത്. ആ പരമ്പരയിൽ ഇനി ഞാൻ ഒറ്റക്കാണുള്ളത്. എന്നാലോ വലാ മിനൽ അംബിയാഇ ഗൈറുക. അംബിയാക്കൾക്കിടയിൽ അവിടുന്ന് മാത്രമല്ലേ നബിയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വഖദ് കുന്തു അതവഖഉക. ഞാൻ അവിടുത്തെയും പ്രതീക്ഷിച്ചു നിൽക്കുകയാണ് നബിയേ, അവിടുത്തെയും കാത്തു നിൽക്കുകയാണ് ഞാനും. ഖദ് കുന്തു ഖബലക ലിറജുലിൻ യഹൂദിയിൻ. ഇതുവരെ ഈ ഖൈബറിലുള്ള ഒരു ജൂതനായ മനുഷ്യന്റെ അടിമയായി ഞാൻ ഇങ്ങനെ കഴിയുകയായിരുന്നു. വഖുന്തു അസുറു ബിഹി അംദാ. അദ്ദേഹത്തിന് ജോലികളെടുക്കുന്ന സമയത്ത് എനിക്കറിയാം ഞാൻ ഇദ്ദേഹത്തിന്റെ വേലക്കാരനായി നിൽക്കേണ്ടവനല്ല, അവിടുത്തെ അടിമയായി സേവകനായി നിൽക്കേണ്ടവനാണ്. ഒരു നാൾ ആ പുലരി എന്റെ മുൻപിൽ വരുമെന്ന് എനിക്കറിയാം നബിയേ. അതുകൊണ്ട് ഈ ജൂതന്റെ അരികിൽ ഞാൻ നിൽക്കുന്ന സമയം അദ്ദേഹം ജൂതനായതുകൊണ്ട് എനിക്ക് പ്രയാസമാണ്. പലപ്പോഴും എന്റെ മുകളിൽ അദ്ദേഹം യാത്ര ചെയ്യുമ്പോ ഞാൻ അദ്ദേഹത്തെയുമായിട്ട് കരുതി കൂട്ടി നിലത്ത് വീണുപോകും നബിയേ. ഒരു കൈതയി പറയണ അദ്ദേഹം എന്റെ മുകളിൽ ഇങ്ങനെ യാത്ര പോകുമ്പോ അംദൻ, മാനപൂർവ്വം ഞാൻ മുമ്പിനെ തള്ളിയിടുന്നു. അങ്ങനെ തള്ളിയിടുമ്പോഴോ വക്കാന യുജിയു ബത്തുനീന്റെ വായിച്ചത്ത് കുത്തും, നല്ലോ കുത്തും. വയലിരിബു
വയളിരിബു ലഹ്രി, മുതുകിനടിക്കും, നല്ല അടി കിട്ടും. എന്നാലും വേണ്ടില്ല, ഞാൻ പിന്നെയും തള്ളിടും. ഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു, ഇനി നിന്റെ പേര് യസീദ് ഇബ്നു ശിഹാബ് എന്നല്ല, സമ്മയ്തുക യഫൂർ. യഫൂർ എന്ന നിന്റെ പേര് ഞാൻ മാറ്റി വെക്കുക, പേര് മാറ്റി. ഖാല, എന്നിട്ട് നബി തങ്ങൾ അത് പറഞ്ഞു കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോ നബി തങ്ങൾ വിളിച്ചു, യാ യഫൂർ എന്ന് വിളിച്ചു. അങ്ങനെ വിളിച്ചപ്പം ഖാല ലബ്ബൈക്, മറുപടി ലബ്ബൈക്, ഉത്തരവ്. ഖാല, നബി തങ്ങൾ ചോദിച്ചു, തസ്തഹിൽ ഇനാസ, തസ്തഹിൽ ഇനാസ, പെണ്ണിട്ടണോ, ഒരു ഇണ വേണോ? നബി തങ്ങൾ ചോദിക്കാ കഴുതയോട്, ഇത് ആണാണ്, അപ്പൊ നിനക്ക് ഒരു പെൺ കഴുതയെ വേണോ എന്ന് നബി തങ്ങൾ ചോദിച്ചു അത്രേ. ഖാൽ, ആ സമയത്ത് ആ കഴുത പറഞ്ഞു, ലാ, വേണ്ട നബി, എനിക്ക് വേണ്ട. അങ്ങനെ ഫകാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യർകബുഹു ലിഹാജതിഹി, നബി തങ്ങളുടെ വിഷയങ്ങൾക്കൊക്കെ അതിന്റെ പുറത്താണ് പിന്നീട് നബി തങ്ങൾ യാത്ര ചെയ്തത്. മുത്തുനബിയുടെ വഫാത്ത് വരെയും അതിന്റെ മുകളിൽ നബി തങ്ങൾ യാത്ര ചെയ്തു. ഇതിന്റെ ബാക്കി ഭാഗങ്ങളിൽ കാണാം, ഏതെങ്കിലുമൊക്കെ സഹാബിമാരുടെ വീട്ടിലേക്ക് പോകുമ്പോൾ അതിന്റെ പുറത്ത് നബി തങ്ങൾ കയറി ആ വീടിന്റെ അരികിലെത്തുമ്പോൾ അതിൽ നിന്ന് ഇറങ്ങിയതിന്റെ ശേഷം നബി തങ്ങൾ ഇങ്ങോട്ട് മാറി നിന്നു. ഈ കഴുത പോയിട്ട് ആ സഹാബിയുടെ വീടിന്റെ കതകിന് പോയിട്ട് അതിന്റെ തല കൊണ്ട് ഒട്ടു. ഇന്നത്തെ മാതിരി ചുമർമൽ മാന്തി അതിലൊടുക്കണ കാലല്ലല്ലോ അത്. അപ്പോ ഈ ഒച്ച കേട്ടിട്ട് ഗ്രഹനാഥൻ വരും, കതക് തുറക്കും. കതക് തുറന്നു കഴിഞ്ഞാൽ നബി തങ്ങളെ കാണിച്ചു കൊടുക്കുന്നു. മുത്തുനബിയുടെ വഫാത്ത് വരെ ഈ രൂപത്തിലായിരുന്നു. അങ്ങനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായപ്പോൾ അബുൽ ഹൈസം എന്ന് പറയുന്ന വ്യക്തിയുടെ റസൂലുള്ള വഫാത്തായതിലുള്ള വിഷമം കൊണ്ട് ഇങ്ങനെ മദീനയിലൂടെ ഓടുകയാണ് ഈ കഴുത. മുത്തുനബി വഫാത്തായ വിഷമം സഹിക്കാൻ കഴിയാതെ ഇങ്ങനെ വിറളിയെടുത്ത് ഓടണം. ആ ഓടുന്ന ഓട്ടത്തിനിടയിൽ അബുൽ ഹൈസം ഇബ്നു നുബ്ഹാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു കിണറുണ്ടായിരുന്നു. ആ കിണറ്റത്ത് വീണുപോയി. അങ്ങനെ അത് ചത്തുപോയി എന്ന് ഈ ചരിത്രത്തിൽ കാണാവുന്നതാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ ജന്തു ലോകത്തിന്റെ അവസ്ഥകൾ. മഹാനായ അബുൽ ഖാസിം ഇമാം ഖുശൈരി തങ്ങൾക്ക് ഒരാൾ ഒരു കുതിരയെ ഹദിയ കൊടുത്തു. 20 കൊല്ലം ആ കുതിരയുടെ മുകളിൽ ഇമാം ഖുശൈരി തങ്ങൾ യാത്ര ചെയ്തു. അങ്ങനെ ഫലമ്മ മാത്ത, അവിടുന്ന് വഫാത്തായപ്പോൾ ഇമാം ഖുശൈരി തങ്ങൾ വഫാത്തായതിന്റെ ശേഷം ലം യഅകുലിൽ ഫർസു ശൈആ, പിന്നെ ആ കുതിര ഒരു ഭക്ഷണം കഴിക്കൂല, വെള്ളം കുടിക്കൂല. ഭക്ഷണം കഴിക്കൂല, വെള്ളം കുടിക്കൂല. അങ്ങനെ വമാത്ത ബഅദ ഉസ്ബൂ, ഏതാനും ആഴ്ചകൾക്ക് ശേഷം അത് മരണപ്പെട്ടു. ഭക്ഷണം കഴിക്കണില്ല, വെള്ളം കുടിക്കണില്ല. ഇതാണ്. അപ്പോൾ ജന്തുക്കളിൽ മനുഷ്യർ ഉപകാരമെടുക്കുന്ന ജന്തുക്കളുണ്ട്. അതേ പ്രകാരം ഒരു ഉപകാരവും പ്രത്യക്ഷത്തിൽ കാണാത്ത ജീവികളും ഉണ്ട്. അത് ഈ വിഷയത്തിൽ ആവട്ടെ. നാം പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള ജന്തുലോകങ്ങൾ പോലും ഈ പ്രപഞ്ചത്തിന്റെയും സൃഷ്ടാവായ അള്ളാഹുവിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അവയെക്കുറിച്ച് ഒരു ധാരണയും ഇല്ലാതെ ജീവിക്കുന്ന മനുഷ്യർ ഉലൈക കൽ അൻആമി ബൽ ഹും അദൽ, അവർ മൃഗത്തെക്കാളേറെ അധംപതിച്ചു പോകുന്നവരാണ്. അങ്ങനെയുള്ള ഒരു വിഭാഗം ജനങ്ങൾ മനുഷ്യ വിഭാഗത്തിലുണ്ടെന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. ആവട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സാധുക്കളാകുന്ന നമ്മുടെയൊക്കെ ഈമാനിനെ ഏറ്റിത്തരട്ടെ.
അവന്റെ ഇഷ്ടക്കാരിൽ അല്ലാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി ചെറുമാറാകട്ടെ. ഒരു സംഭവം നിങ്ങൾ ശ്രദ്ധിക്കുക. എന്താണത്? നല്ല ആബിദായ ഒരു മനുഷ്യനാണ്, എപ്പോഴും ഇബാദത്തിലാണ്, എപ്പോഴും കരച്ചിലാണ്, പിടിച്ചിലാണ്. യുനാജി റബ്ബഹു വഹുവ യബ്കീ, തന്റെ റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. അത് തന്നെ കരഞ്ഞുകൊണ്ടുള്ള ദുആ ആണ്. അദ്ദേഹത്തിന്റെ കരച്ചിലുകൊണ്ട് രണ്ട് കവിളുകളിലൂടെ കണ്ണുനീരുകൾ ചാലിട്ടൊഴുകുകയാണ്. വഹുവ യഖൂൽ, അല്ലാഹുവോട് ആ മനുഷ്യൻ പറയാണ്, അല്ലാഹുവേ നീ എന്റെ നരകത്തിൽ കടത്തരുത് റബ്ബേ, ഫർഹംനീ, എന്നോട് നീ റഹ്മത്ത് ചെയ്യണം, എന്നോട് നീ കൃപ ചെയ്യണം. യാ റഹീമു യാ റഹ്മാനു ലാ തുഅസിബ്നി ബിന്നാർ. റഹീമായ അല്ലാഹ്, റഹ്മാനായ അല്ലാഹ്, നരകത്തിലിട്ട് എന്നെ നീ ശിക്ഷിക്കരുത്. ഇന്നി ലഈഫുൻ, ഞാൻ സാധുവാണ്. ഫലാ ഖുവ്വത ലീ, എനിക്കൊരു ശേഷിയും തന്നെ ഇല്ല. അലാ തഹമ്മുലിന്നാർ, നിന്റെ നരകം പേറാൻ എനിക്ക് കഴിയില്ല. ഫർഹംനീ, അതുകൊണ്ട് നീ എന്നോട് കരുണ കാണിക്കണേ. വജിൽദീ റഖീഖുൻ ലാ യസ്തതീഉ തഹമ്മുല ഹറാറത്തന്നാരി ഫർഹംനീ, എന്റെ തൊലികളൊക്കെ നേർമ തൊലികളാണ് റബ്ബേ, എനിക്ക് നിന്റെ നരകത്തിന്റെ ചൂട് പെറാൻ എന്റെ തൊലികൾക്ക് ആവതില്ല. അതുകൊണ്ട് ഫർഹംനീ, നീ എന്നോട് റഹ്മത്ത് കാണിക്കണേ. വഅദ്നീ ദഖീഖുൻ, എന്റെ എല്ലുകളൊക്കെ നേരിയതാണ്. ലാ യഖ്വാ അലാ ശിദ്ദത്തിന്നാർ, നിന്റെ നരകത്തിന്റെ കടുപ്പം പേറാൻ കഴിയില്ല. ഫർഹംനീ, അതുകൊണ്ട് നീ എന്നോട് റഹ്മത്ത് ചെയ്യണേ. അല്ലാഹുവോട് ചോദിക്കുന്ന ചോദ്യത്തിന്റെ ശൈലിയാണിതും. ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോഴാണ് പ്രത്യക്ഷത്തിൽ ഒരു ഭ്രാന്തനെന്ന് തോന്നിക്കുന്ന ആള് ഈ മനുഷ്യന്റെ നിലവിളിയും കരച്ചിലും ദുആവുമൊക്കെ കേട്ടിട്ട് അവിടെ നിന്നിട്ട് അതിങ്ങനെ നിന്ന് കേൾക്കുകയാണ്. അതിങ്ങനെ നിന്ന് കേൾക്കുന്നു. അതിനിടയിൽ ലഹിക്കൽ മജ്നൂനു ബിസൗത്തിൻ മുർതഫിൻ, നല്ല ഒച്ചയോടുകൂടെ ആ മനുഷ്യനങ്ങോട്ട് ചിരിച്ചുപോയി. ഏത് മനുഷ്യൻ ഭ്രാന്തനെന്ന് തോന്നിക്കുന്ന ആ മനുഷ്യനങ്ങോട്ട് ചിരിച്ചു. ചിരിച്ച സമയത്ത് ഈ കരഞ്ഞു ദുആ ചെയ്യുന്ന ആബിദായ മനുഷ്യൻ അദ്ദേഹത്തോട് ചോദിച്ചു, മാദാ യുളഹികുക അയ്യുഹൽ മജ്നൂൻ, എന്തിനാ മനുഷ്യ നീ ചിരിക്കുന്നത്? ഓ ഭ്രാന്ത, നീ എന്തിനാ ചിരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, കലാമുക അദ്ഹകനി, നിന്റെ ഈ വർത്താനം ദുആവും കരച്ചിലും പിടിച്ചിലും ഒക്കെ കേട്ടിട്ട് ചിരിക്കല്ലാതെ പിന്നെ എന്താ ചെയ്യാ, അതുകൊണ്ട് ചിരിച്ചതാണ്. വമാദാ യുളഹികുക ഫീഹി, അപ്പൊ ഈ ആബിദ് ചോദിച്ചു, എന്താ ഞാൻ ഈ പറഞ്ഞതിൽ നിന്നെ ചിരിപ്പിക്കാൻ പറ്റിയത് എന്താ ഉള്ളത്? ഇത്രയും കരഞ്ഞ് ബേജാറായി പടച്ച റബ്ബിനോട് ചോദിക്കുമ്പോ നീ ചിരിക്കുക, അതിലെന്താ ഇത്ര ചിരിക്കാൻ വകയുള്ളത്? അദ്ദേഹം പറഞ്ഞു, അന്നക തബകി ഖൗഫൻ മിനന്നാർ, നിനക്ക് പടച്ചോന്റെ നരകം പേടിയില്ലേ? വഅൻത അല്ലാ തഖാഫു മിനന്നാർ, നീ നരകത്തെ പേടിച്ചിട്ട് കരയാറില്ലേ? നരകത്തെ നിനക്ക് പേടിയില്ലേ? ഇങ്ങനെ ചോദിച്ചപ്പോൾ ആ ഭ്രാന്തനെന്ന് തോന്നിക്കുന്ന മനുഷ്യൻ പറഞ്ഞു, ലാ, എനിക്ക് പേടില്ല. ലാ ഖാഫു മിനന്നാർ, നരകത്തെ ഞാൻ പേടിക്കുന്നില്ല, നരകത്തെ ഞാൻ പേടിക്കുന്നില്ല. ഇത് കേട്ടപ്പോൾ ലഹിക്കൽ ആബിദു, ആബിദായ മനുഷ്യൻ ചിരിച്ചു. വഖാല സഹിഹുൻ അന്നക മജ്നൂൻ, ഇപ്പൊ എനിക്ക് ഉറപ്പായി മുഴുഭ്രാന്തനാണ് എന്നത്, നീ ഒരു മുഴുഭ്രാന്തനാണ് എന്നത് എനിക്ക് ഇപ്പൊ ഉറപ്പായി എന്ന് പറഞ്ഞ് ആബിദായ മനുഷ്യൻ ചിരിച്ചു. ഖാലൽ മജ്നൂൻ, ആ സമയത്ത് ഭ്രാന്തനെന്ന് തോന്നിപ്പിക്കുന്ന ഈ മനുഷ്യൻ പറഞ്ഞു, കൈഫ തഖാഫു മിനന്നാരി അയ്യുഹൽ അബിദു, അല്ല മനുഷ്യ, എന്തിനാണ് നിങ്ങൾ അല്ലാഹുവിന്റെ നരകത്തെ പേടിക്കുന്നത്? കാരണം ഇൻദക റബ്ബുൻ റഹീം,
നിന്റെ റബ്ബ് റഹീമായ റബ്ബല്ലേ? റഹ്മത്തുഹു വസഅത് കുല്ലു ഷൈഅ, അവന്റെ കൃപ, അവന്റെ റഹ്മത്ത്, കാരുണ്യം എല്ലാ വസ്തുക്കൾക്കും ലഭിക്കുന്നതല്ലേ? ഇത്രയും വലിയ റഹ്മത്തിന്റെ കേദാരമായ ഒരു റബ്ബ് നിനക്കുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നീ പേടിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഖാലൽ ആബിദു, ആ ആബിദായ മനുഷ്യൻ പറഞ്ഞു, ഇന്ന അലയ്യ ദുനൂബാ, ധാരാളം തെറ്റുകൾ ചെയ്ത ആളാണു ഞാൻ. ലൗ യുആഖിദുനില്ലാഹു ബിഅദ്ലിഹി, അല്ലാഹുവിന്റെ നീതിയുടെ തുലാസ് കൊണ്ട് അവൻ അളക്കുകയാണെങ്കിൽ ലഅദ്ഖലനിന്നാർ, അവനെന്നെ നരകത്തിലിട്ടിടുന്നതാണ്. അല്ലാഹുവിന്റെ നീതിയുടെ തുലാസ് കൊണ്ടാണ് അളവ് നടക്കുന്നതെങ്കിൽ എന്റെ കാര്യം പരുങ്ങലിലാണ്, ഞാൻ എന്നെ നരകത്തിലിടുന്നതാണ്. അതുകൊണ്ട് തന്നെ വഇന്നീ അബികി കയർഹമനി, അവന്റെ റഹ്മത്തിന് വേണ്ടി ഞാൻ കരയുകയാണ്. വയഗ്ഫിറലി, അവൻ എന്റെ ദോഷങ്ങൾ പുറത്തു തരാൻ വേണ്ടി കരയുകയാണ്. വലാ യുഹാസിബിനി ബിഅദ്ലിഹി, അവന്റെ നീതി വെച്ചിട്ട് അവൻ എന്നെ വിചാരണ നടത്താൻ പാടില്ല. അല്ലാഹുവിന്റെ നീതി ഉപയോഗപ്പെടുത്തിയാണ് വിചാരണ നടക്കുന്നതെങ്കിൽ നീതിയുക്തമായ വിചാരണ നടന്നുപോയാൽ പരാജയപ്പെടുകയാണ്. പിന്നെയോ ബൽ ബിഫളിഹി വലുതുഫിഹി വറഹ്മതിഹി ഹത്താ ലാ അദ്ഖുലന്നാർ, പിന്നെ വേണ്ടതെന്താണ്? അവന്റെ ഔദാര്യമാണ്, അവന്റെ കൃപയാണ്, അവന്റെ ദയയാണ്. ഇതാണ് എനിക്ക് വേണ്ടത്. ഇതുണ്ടെങ്കിലേ ഒരാൾക്ക് രക്ഷപ്പെടാനും പറ്റുകയുള്ളൂ. വിചാരണയുടെ സമയത്ത് പടച്ച റബ്ബിന്റെ നീതി കൊണ്ടെങ്ങാനും കാര്യങ്ങളെ അളന്നു തിട്ടപ്പെടുത്തുകയാണെങ്കിൽ ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. പിന്നെയോ അവന്റെ കൃപയും അവന്റെ ദയയും അവന്റെ കാരുണ്യവും ഇവയൊക്കെ കിട്ടിയാലല്ലാതെ രക്ഷപ്പെടാൻ പറ്റൂല. അത് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അല്ലാഹുവോട് ദുആ ചെയ്യുന്നത് എന്ന് ഈ ആബിദായ മനുഷ്യൻ പറഞ്ഞപ്പോൾ ഹുനാലിക ലഹിക്കൽ മജ്നൂനു ബിസൗതിൻ അലാ മിനൽ മർറത്തി സാബിഖ, നേരത്തെ ചിരിച്ചതിനേക്കാളേറെ വലിയ ശബ്ദത്തിൽ അദ്ദേഹം വീണ്ടും ചിരിക്കുകയാണ്. ഈ ചിരി കേട്ടപ്പോൾ അതാ ആബിദായ മനുഷ്യൻ പരിഭ്രമിച്ചു പോവുകയാണ്. എന്തിനാണ് നിങ്ങൾ ചിരിക്കുന്നത്? അപ്പോഴതാ ഈ ഭ്രാന്തനായ മനുഷ്യൻ പറയാണ്, അയ്യുഹൽ അബിദു ഇൻദക റബ്ബുൻ നാദിൽ, നിന്റെ അരികിൽ നീതിമാനായ ഒരു റബ്ബുണ്ട്. ലാ യജൂറു വതഖാഫു അദ്ലുഹു, അവൻ ഒരിക്കലും തന്നെ അന്യായമായി കാര്യങ്ങൾ ചെയ്യില്ല. അവന്റെ നീതിയെയാണല്ലോ നീ ഭയപ്പെടുന്നത്. അന്യായമായി എന്തെങ്കിലും ചെയ്യും എന്നതല്ല, അവൻ നീതി ചെയ്താൽ ഞാൻ കുടുങ്ങിപ്പോകുമെന്നാണല്ലോ നീ ഭയപ്പെടുന്നത്. ഇൻദക റബ്ബുൻ ഗഫൂർ, അതിനോടൊപ്പം തന്നെ നീ പറയുന്നു നിനക്ക് വല്ലാതെ പുറത്തു തരുന്ന ഒരു റബ്ബുണ്ടെന്ന്. അവൻ റഹീമാണ്, കാരുണ്യമുള്ളവനാണ്. തവ്വാബുൻ, അവൻ തൗബകൾ സ്വീകരിക്കുന്നവനാണ്. അതേ പ്രകാരം ഇങ്ങനെയൊക്കെയുള്ള ഒരു റബ്ബിന്റെ നരകത്തെ നീ എന്തിനു ഭയപ്പെടണം മനുഷ്യ? ഖാലൽ അബിദു, ആ അബിദായ മനുഷ്യൻ ചോദിച്ചു, നിനക്ക് പേടിയില്ലേ? എന്താ നീ പറയുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. നിനക്ക് അവന്റെ നരകത്തെ കുറിച്ചൊന്നും പേടിയില്ലേ? ആ മജ്നൂനായ മനുഷ്യൻ പറഞ്ഞു, ബലാ, എനിക്ക് അല്ലാഹുവിനെ കുറിച്ചുള്ള പേടിയുണ്ട്. ഇന്നി അഖാഫുല്ലാഹ് വലാകിൻ ഖൗഫി ലൈസ മിൻ നാരിഹി, അല്ലാഹുവിനെ എനിക്ക് പേടിയാണ്, അവന്റെ നരകത്തെ എനിക്ക് പേടിയില്ല. ഇതൊക്കെ ഔലിയാഇന്റെ കൂട്ടത്തിലെ ഉന്നതങ്ങളിൽ എത്തിയ ആളുകളാണ്. ഭ്രാന്തനെന്ന് ബാഹ്യമായി തോന്നുകയാണ്, ഇദ്ദേഹം ഭ്രാന്തനല്ല. എനിക്ക് റബ്ബിനെയാണ് പേടി, അതേ സമയത്ത് റബ്ബിന്റെ നരകം പേടിയില്ല. ആ സമയത്തതാ ഈ തഅജ്ജബൽ ആബിദു വഖാല ഇദാ ലം യകും മിൻ നാരിഹി ഫമിമ്മാ ഖൗഫുക, നരകത്തെ കുറിച്ച് നിനക്ക് പേടിയില്ല, പിന്നെ എന്തു പേടിയാ നിനക്കുള്ളത്? ആ ഭ്രാന്തനെന്ന് തോന്നിപ്പിക്കുന്ന മനുഷ്യൻ പറയാണ്, ഞാൻ പേടിക്കുന്നത് എന്തിനെയാണെന്നറിയോ? എന്റെ റബ്ബിന്റെ വിചാരണയുണ്ടല്ലോ, ആ വിചാരണയുടെ സമയത്ത് അവൻ എന്നെ പിടിക്കുമല്ലോ.
ആ പിടിക്കുന്ന സമയത്ത് അവൻ ചോദിക്കുകയാണ്, അവൻ എന്നോട് ചോദിക്കുകയാണ്, ലിമാദാ യാ അബ്ദി അസൈതനീ, ലിമാദാ യാ അബ്ദി അസൈതനീ, ലിമാദാ യാ അബ്ദി അസൈതനീ. ഓ എന്റെ അടിമേ, എന്തിനാണടാ നീ എനിക്ക് എതിര് ചെയ്തത്? എന്തിനാണടാ നീ തെറ്റു ചെയ്തത് എന്ന റബ്ബിന്റെ ആ ഒരു ചോദ്യത്തെയാണ് നരകത്തെക്കാളേറെ ഞാൻ പേടിക്കുന്നത്. അതാണ് എന്റെ പേടി. അതേ സമയത്ത് ഇങ്ങനെ ഒരു ചോദ്യമില്ലാതെ എന്നെ നരകത്തിലിട്ടാ എനിക്ക് പേടിയില്ല. ഈ ചോദ്യത്തെയാണ് ഞാൻ ഭയപ്പെടുന്നത് കേട്ടോ. ഇത് അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ ഉന്നതങ്ങളിൽ എത്തിയ ചില മഹാന്മാരുടെ ചിന്തകളാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ശുഐബ് അലൈഹിസ്സലാമിന്റെയും റാബിയ റളിയല്ലാഹു അൻഹയുടെയും ഒക്കെ വർത്തമാനം. നരകം എനിക്ക് പേടിയില്ല, നരകത്തെ പേടിച്ചിട്ടൊരു ഇബാദത്ത് ഞാൻ ചെയ്യുന്നുമില്ല. റബ്ബിന്റെ പൊരുത്തം കിട്ടാനാണ് എന്റെ ഇബാദത്തുകൾ. ഇതിങ്ങനെ പറഞ്ഞിട്ട് ഈ ഭ്രാന്തനായ മനുഷ്യൻ ഈ ആബിദായ മനുഷ്യനോട് പറയാണ്, ഞാൻ നിന്നോട് ഒരു രഹസ്യം പറയട്ടെയോ, ഒരു സ്വകാര്യം ഞാൻ നിന്നോട് പറയട്ടെയോ. സഅഖൂലു ലക സിർറൻ ഫലാ തുദീഉഹു ലിഅഹദ്. അത് ഒരാളോടും നീ പരസ്യപ്പെടുത്തരുത്. എന്താണത്? മാഹുവ ഹാദ സിർ. എന്താണ് നീ പറയാൻ പോകുന്ന രഹസ്യം? അദ്ദേഹം പറയാണ്, എന്റെ റബ്ബ് എന്നെ നരകത്തിലിടുന്നതല്ല. ഈ ഭ്രാന്തനായി തോന്നിപ്പിക്കുന്ന ആള് പറയും, എന്റെ റബ്ബിനെ നരകത്തിലിടൂല. അതിന്റെ കാരണം എന്താണെന്ന് നിനക്കറിയോ? ലിമാദായ മജ്നൂൻ, എന്താണ് അതിന്റെ കാരണം? അദ്ദേഹം പറയാണ്, ലിഅന്നീ അബത്തുഹു ഹുബ്ബൻ വശൗഖാ വഅൻത യാ ആബിദ്. ഞാൻ അല്ലാഹുവിന് ഇബാദത്ത് എടുക്കുന്നത് അല്ലാഹുവിന്റെ നരകത്തെ പേടിച്ചിട്ടും സ്വർഗത്തെ കൊതിച്ചിട്ടും അല്ല, റബ്ബിനോടുള്ള ഹുബ്ബ്, ആ റബ്ബിലുള്ള ഇഷ്ഖ്, അതുകൊണ്ടാ ഞാൻ ഇബാദത്ത് എടുക്കണത്, അല്ല നരകം പേടിച്ചിട്ടല്ല. നീ ഇബാദത്ത് എടുക്കുന്നതോ ഖൗഫൻ വതമഅ, നരകത്തെ പേടിച്ചിട്ടും സ്വർഗത്തെ കൊതിച്ചിട്ടുമാണ്. എന്റെ ഇബാദത്ത് അങ്ങനല്ല, ഈ രൂപത്തിൽ. അതുകൊണ്ട് തന്നെ എന്നെ അല്ലാഹു നരകത്തിലിടില്ല എന്നത് എനിക്ക് ഉറപ്പാ. ഇന്നിങ്ങനെ പറഞ്ഞിട്ട് അവസാനം ഈ മനുഷ്യൻ ഈ ആബിദിനെ ആശ്വസിപ്പിക്കുകയാണ്. എന്താണ് പറയുന്നത്? നീ വിഷമിക്കണ്ട, ചോദിച്ചതിനേക്കാളേറെ തരുന്ന ഒരു റബ്ബല്ലേ നമ്മുടെ റബ്ബും, ചോദിച്ചതിനേക്കാളേറെ കൂടുതൽ തരുന്ന റബ്ബല്ലേ നമ്മുടെ റബ്ബ് എന്ന് പറഞ്ഞിട്ട് പറയാണ്, നിനക്കറിയില്ലേ മൂസാ അലൈഹിസ്സലാമിനെ? ആ മൂസാ അലൈഹിസ്സലാമും തന്റെ ഭാര്യയും തുവാ താഴ്വരകളിലൂടെ കുന്നിന്റെ മുകളിലൂടെ അർദ്ധരാത്രിയിൽ കൂരിരുട്ടിൽ നടന്നു നീങ്ങിയപ്പോ എവിടെയെങ്കിലും ജനങ്ങളെ കാണുമോ, എവിടെ നിന്നെങ്കിലും ദിശയറിയുമോ എന്നറിയാൻ കൊതിച്ച നേരത്ത് അതാ അങ്ങകലെ നിന്നൊരു വെളിച്ചം കണ്ടല്ലോ മൂസാ നബി. ആ വെളിച്ചം കണ്ട സ്ഥലത്തേക്ക് തന്റെ ഭാര്യയെ അവിടെ നിർത്തിയിട്ട് ചെന്നപ്പോ മൂസാ അലൈഹിസ്സലാമിന് പടച്ച റബ്ബ് കൊടുത്തതെന്താണ്? നുബൂവത്തല്ലയോ? വെളിച്ചം കാണാൻ അവിടെ ജനങ്ങളുണ്ടാകുമോ? ഇല്ലെങ്കിൽ ആ വെളിച്ചത്തിൽ നിന്ന് അല്പം എനിക്കെടുക്കണമെന്ന് കരുതിപ്പോയ മൂസാ നബി നുബുവ്വത്തുമായിട്ടല്ലേ തിരിച്ചു വന്നത്. അതേ പ്രകാരം കാഫിറായിരുന്ന യമനിലെ സബയിലുള്ള രാജ്ഞിയെ കുറിച്ച് നിനക്കറിയില്ലേ? ആ രാജ്ഞി സുലൈമാൻ അലൈഹിസ്സലാമിന്റെ കൂടെ കൂടിയപ്പോൾ മുസ്ലിമായി തിരിച്ചു വന്നത് നിനക്കറിയില്ലേ? ഇങ്ങനെയുള്ള സംഭവങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് നമുക്കൊരു റബ്ബുണ്ട്, ആ റബ്ബ് ചോദിച്ചതല്ല നമുക്ക് തരുന്നത്, അതിനേക്കാളേറെ വലുത് തരുന്ന റബ്ബാണ്. ആ റബ്ബിനെ കുറിച്ചുള്ള ശുഭാപ്തി വിശ്വാസമാണ്, നല്ല പ്രതീക്ഷയാണ് നമ്മിലുണ്ടാവേണ്ടതെന്ന് പറഞ്ഞ് ആബിദായ മനുഷ്യനെ ഉപദേശിക്കുന്നു.
പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മുടെയൊക്കെ വിഷയങ്ങളും ഉള്ളത്. അതേ സമയത്ത് ആ റബ്ബിനെ മറക്കാൻ പാടില്ല, ആ റബ്ബിനെ മറക്കാൻ പാടില്ല. അവൻ എങ്ങനെയാണ് നമ്മെ വളർത്തുന്നതെന്നറിയുമോ? മുസ്തഫായ മുത്തുനബി പറയാണ്, അല്ലാഹു തആല പറയുന്നു, എന്റെ അടിമകളും അവരിൽ ചില ആളുകളുണ്ട്, മൻ ലാ യുസ്ലിഹു ഈമാനഹു ഇല്ലൽ ഗിനാ, അവരെ സമ്പന്നന്മാരാക്കിയിട്ടില്ലെങ്കിൽ അവരുടെ ഈമാൻ പഴിച്ചു പോകും. അതുകൊണ്ട് ഞാൻ അവരെ സമ്പന്നന്മാരാക്കും. വലൗ അസ്റതുഹു ലഅഫ്സദഹു ദാലിക, ഫഖർ കൊടുത്താൽ അവരെ ഈമാൻ തെറ്റിപ്പോകും, അത് സംഭവിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ അവർക്ക് ഐശ്വര്യം കൊടുക്കും. എന്നാൽ വേറെ ചില അടിമകളുണ്ട് മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ, മുഅ്മിനീങ്ങളുടെ വർത്തമാനമാണ്, അല്ലാത്തവരുടേതല്ല. അവർക്ക് സമ്പത്ത് കൊടുത്താൽ ലമൻ ലാ യുസ്ലിഹു ഈമാനഹു ഇല്ലൽ ഫഖർ, സമ്പത്ത് കൊടുത്താൽ അവർ വഴിതെറ്റിപ്പോകും, ഈമാനിൽ നിന്ന് തെറിച്ചു പോകും. അവർക്ക് ഫഖർ ഉണ്ടായ പടച്ചോനെ പറ്റി പേടിയും ചിന്തയൊക്കെ ഉണ്ടാവും. അപ്പൊ അവർക്ക് ഞാൻ ഫഖർ കൊടുക്കും. ചില ആളുകളുണ്ട് മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ, മൻ ലാ യുസ്ലിഹു ഈമാനഹു ഇല്ല സിഹ, ആരോഗ്യം ഉണ്ടായാൽ അവർ നല്ല മട്ടത്തിലാവും. ആരോഗ്യമില്ലെങ്കിൽ പൊറുതികേട് കാണിച്ച് നിലവിളിച്ച് ഒരു വേള ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ അവർ കാരണമാകും. അങ്ങനത്തെ ആളുകൾക്ക് ഞാൻ ആരോഗ്യം കൊടുക്കും. നേരെ തിരിച്ചുണ്ട്, ആരോഗ്യം ഉണ്ടായാൽ അവർ ഇസ്ലാം ഒന്ന് പുറത്തു പോകും. അവരുടെ ആരോഗ്യം ഉപയോഗപ്പെടുത്തി അവർ ഇസ്ലാം ഒന്ന് പുറത്തു പോകും. അപ്പൊ അവർക്ക് ഞാൻ രോഗം കൊടുക്കും. എന്തിന്? ഈമാനിനെ രക്ഷിക്കാൻ വേണ്ടി. ഇന്നി ഉദബ്ബിറു അംറ ഇബാദി ബിഇൽമി ഇന്നി അലീമുൻ ഖബീർ. എന്നിട്ട് അല്ലാഹു പറയാണ്, ഇന്നി ഉദബ്ബിറു അംറ ഇബാദി, എന്റെ അടിയാന്മാരുടെ കാര്യങ്ങളൊക്കെയും കൈകാര്യം ചെയ്യുന്നത് ഞാനാണ്. ആ അടിയാന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടു, നമ്മളെല്ലാവരും പെട്ടു. അവരുടെ ഓരോ കാര്യങ്ങളും നീക്കുന്നത് കൈകാര്യം ചെയ്യുന്നത് ഞാനാണ്. ഇന്നി അലീമുൻ ഖബീർ, അതെങ്ങനെയൊക്കെ ആവണം അതെനിക്കറിയാം. ആ രൂപത്തിൽ ഞാനത് കൈകാര്യം ചെയ്യും. അപ്പോൾ കണ്ടോ നിങ്ങൾ, ഇത് അള്ളാഹുവിന്റെ ഒരു കൃപയാണ്. ഇത് മുഅ്മിനീങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ ഹദീസിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്, എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ പ്രയാസപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് മുഅ്മിനായ ഒരു മനുഷ്യന്റെ റൂഹിനെ പിടിക്കുക എന്നുള്ളത്. മുഅ്മിനായ ഒരു മനുഷ്യന്റെ റൂഹിനെ പിടിക്കുക എന്ന് പറയുന്നത് എനിക്ക് വലിയ പ്രയാസമാണ്. അത് വലിയ പ്രയാസമാണ്. പക്ഷേ അത് പിടിക്കാതിരിക്കാൻ നിർവാഹമല്ലല്ലോ, അതുകൊണ്ട് പിടിക്കുക തന്നെ. ഇതിനെപ്പറ്റി ഇമാം സുയൂത്തി റഹ്മഹുല്ല പറഞ്ഞത് എങ്ങനെയെന്നറിയോ? ഒരു പിതാവ്, ആ പിതാവ് തന്റെ കുട്ടിയെ പഠിപ്പിക്കുകയാണ്, അദബ് പഠിപ്പിക്കുന്ന സമയത്ത് ചിലപ്പം കുട്ടിയിൽ നിന്ന് അനുസരണക്കേട് കാണുമ്പം ഉപ്പ കുട്ടിയെ തല്ലും. പക്ഷേ ആ തല്ലുമ്പം ഉപ്പയുടെ മനസ്സിൽ തല്ലാനും വെച്ച തല്ലാതെക്കാനും വെച്ച, എത്ര തച്ചാലും ആ തല്ലിൽ നിന്നുണ്ട് ഒരു കൃഫ അതിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ തല്ലല്ല, നിർവാഹമല്ല, അല്ലേ? വാപ്പാറ് കുട്ടികളെ തല്ലണ ഏത് വാപ്പാര്? പൊരുത്തപ്പെട്ട വാപ്പാരെ പറ്റി അല്ല പറയുന്നത്. തള്ളപ്പൂച്ച കുട്ടികളെ പിടിച്ച് കടിച്ചു കൊണ്ടുപോകുന്നത് കണ്ടിട്ടില്ലേ? എന്താകുമോ? അവർക്ക് വേദനയാകുമോ? നോവിച്ചു പോകുമോ? ഇല്ല. ഈ രൂപത്തിലാണ് ഇവിടെ മരിക്കല്ലാതെ പിന്നീട് മറ്റൊരു ലോകത്തേക്ക് പോകാൻ വേറെ വഴിയില്ലല്ലോ. പക്ഷെ അത് വല്ലാത്തൊരു പ്രയാസാണ്. ഇത്രയും കൃപയാണ് അല്ലാഹു തആലാക്ക് മുഅ്മിനീങ്ങളോട്. ഇനി ഞാൻ പുതിയൊരു കാര്യം പറയാം. ഇന്നലെ കിട്ടിയ ഇൽമാണ്, എനിക്ക് ഇന്നലെ കിട്ടിയതാണ്. സംഗതി എല്ലാവർക്കും വേറെ എല്ലാവർക്കും അങ്ങനെ പുതിയ ഇൽമ നല്ല അർത്ഥത്തിനല്ല പറഞ്ഞു. സിറാത്ത് പാലത്തെപ്പറ്റി ഇന്നലെ കേട്ടപ്പോൾ ഒരുപാട് കണ്ണ് നിറഞ്ഞുപോയി. ഇന്നലെ ഇത് കണ്ടപ്പോൾ എൻ്റെ സിറാത്ത് പാലം നമ്മൾ കേട്ടിട്ടുണ്ട്, അത് വാളിനേക്കാളേറെ മൂർച്ചുള്ളതാണ്, മുടിയേക്കാളേറെ നേരിയതാണ്, നരകത്തിൻ്റെ മുകളിലൂടെ വെച്ചതാണ്. വഇമ്മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ. അതിൻ്റെ മുകളിലൂടെ പോകാതെ, നരകത്തിൻ്റെ മുകളിലൂടെ നാട്ടിവെച്ച ആ സിറാത്ത് പാലത്തിൻ്റെ മുകളിലൂടെ പോകാതെ ഒരാളുണ്ടാവില്ല. ബേജാറ്. എന്നാൽ ഇപ്പോൾ സിറാത്ത് പാലത്തെ മാറ്റിയോ? അതല്ല പറഞ്ഞത്. ഈ സംഭവം നോക്കൂ നിങ്ങൾ.
ജാഫർ ബിൻ സുലൈമാൻ തങ്ങൾ സമയത്തു മാലിക് ബിൻ ദീനാർ തങ്ങളെ കേൾക്കണം, പറയണേ കേൾക്കാം. യസ്അലു അലി ബിൻ സൈദ് തങ്ങൾ വഹുവ യബ്കി ഫഖാല യാ അബൽ ഹസൻ കം ബലഗക അന്ന വലിയല്ലാഹി യഹ്ബസു അല സിറാത്ത്. അവരോട് ചോദിക്കുകയാണ്, സിറാത്ത് പാലത്തിൽ അല്ലാഹു തആല അവന്റെ ഇഷ്ടക്കാരാകുന്ന ആളുകളെ എത്ര സമയം നിർത്തും എന്ന് ചോദിച്ചു. അപ്പൊ അതിന് കിട്ടിയ മറുപടി കഖദിരി റജുലിൻ ഫീ സ്വലാത്തിൻ മക്തൂബ അതമ്മ റുകൂഅഹ വസുജൂദഹ. പൂർണ്ണമായ ഒരു ഫർള് നിസ്കാരം അതിന് എത്ര സമയം വേണം, അത്ര സമയേ സിറാത്ത് പാലത്തിന്റെ മുകളിൽ അള്ളാഹുവിന്റെ ഇഷ്ടക്കാരെ അള്ളാഹു നിർത്തുകയുള്ളൂ. ഒന്ന്. രണ്ടാമത്, عن سعيد بن أبي هلال قال بلغنا أن الصراط يكون على بعض الناس أدق من الشعر. സിറാത്ത് പാലം ചില ആളുകൾക്ക് മുടിയേക്കാളേറെ നേരിയതാണ്. وعلى بعض الناس مثل الوادي الواسع. ചില ആളുകൾക്ക് അതൊരു വലിയ മലയുടെ താഴ്വാരം പോലെ വിശാലമാണ്. അല്ലാഹു ഈ അവസാനം പറഞ്ഞ വിഭാഗത്തിൽ നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. എന്താ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം? അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടിയോ കുടുങ്ങൂല. അതന്നെ അന ഇൻദ ളന്നി അബ്ദി ബി. എന്റെ അടിമ എന്നെ പറ്റി എന്ത് മനസ്സിലാക്കി, എങ്ങനെ മനസ്സിലാക്കി, അവിടെ ഞാൻ ആ കോലത്തിലുണ്ട്. അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടിയാൽ അവൻ കുടുങ്ങില്ല. വരിദവാനും മിനല്ലാഹി അക്ബർ. അള്ളാന്റെ ഒരു നേരിയ പൊരുത്തം അത് തന്നെ വലിയ 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 സംഭവമാണ്. അത് അല്ലാഹു തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.